സമ്പാതി വാനരന്മാർക്ക് തന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ജടായുവും സമ്പാതിയും ശക്തിയിൽ ഊറ്റം കൊണ്ടിരുന്നവരായിരുന്നു. ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയുക എന്നവർ പരീക്ഷിക്കാൻ ഉറച്ചു. രണ്ടുപേരും പറന്നുയർന്നു. സൂര്യമണ്ഡലമെത്തി. അതിഭയങ്കരമായ ചൂട് ജടായുവിന് പൊള്ളലേറ്റു. സമ്പാതി അവനെ രക്ഷിക്കാൻ തന്റെ ചിറകുകൾക്കുള്ളിലാക്കി പറന്നു. സമ്പാതിയുടെ ചിറകുകൾ മുഴുവൻ കരിഞ്ഞു. വിന്ധ്യാപർവ്വതത്തിൽ ഒരു മല പോലെ വന്നു വീണു. രൂപം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. അടുത്തുള്ള ആശ്രമത്തിനരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അത് ചന്ദ്രമാമുനിയുടെ ആശ്രമമായിരുന്നു. മുനിക്ക് സമ്പാതിയെ മനസ്സിലായി. ജീവിതം മടുത്ത് കാട്ടുതീയിൽ ചാടിച്ചാകാൻ ആഗ്രഹിച്ച സമ്പാതിയെ മുനി തത്വോപദേശം നൽകി പിന്തിരിപ്പിച്ചു. തന്റെ ജീവിതം കൊണ്ട് ലോകത്തിന് ഉപകാരമുണ്ടാകുമെന്ന് മുനി സമ്പാതിയെ ഓർമ്മപ്പെടുത്തി. ശ്രീരാമദാസന്മാരായ വാനരന്മാരോട് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കഥയും കഴുകനായതുകൊണ്ട് ലങ്കയിൽ സീത ഇരിക്കുന്നത് നേരിട്ടു കണ്ട കഥയും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പുത്തൻ ചിറകുകൾ മുളയ്ക്കുമെന്ന് അരുളി ചെയ്തു. മുനി മറഞ്ഞു. പിന്നീട് നിങ്ങളുടെ വരവും കാത്ത് കഴിയുകയായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കെ സമ്പാതിക്ക് ചിറകുകൾ മുളച്ചു. അവൻ പറന്നുയർന്നു മോക്ഷം പ്രാപിച്ചു. ലോക നന്മ ചെയ്താൽ സൽഫലമുണ്ടാകുമെന്ന് മുനി ലോകരെ പഠിപ്പിച്ചു. ചന്ദ്രമാമുനി പറഞ്ഞത് സത്യമായി. കണ്ടപ്പോൾ എല്ലാവർക്കും സമ്പാതിയെ വിശ്വാസമായി. 100 യോജന ദൂരം ചാടാൻ കഴിവുള്ളവനെ കണ്ടുപിടിക്കണം. അംഗദൻ ഓരോരുത്തരെയും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. എത്ര ചാടാൻ കഴിയും? ഉത്തരം പറയണമെന്ന കാര്യം നിർബന്ധമാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവ് വെളിപ്പെടുത്തി. 10 യോജനയിൽ തുടങ്ങി 90 വരെ എത്തി. 90 ചാടിയാലും 10 ചാടിയാലും ഫലം ഒന്നു തന്നെ. ഉപ്പ് വെള്ളം കുടിച്ച് ചാവാം. കുറച്ചു ദൂരം ചാടുന്നവന് ഇക്കരയിലെയും കൂടുതൽ ചാടുന്നവന് അക്കരയിലെയും വെള്ളം കുടിക്കാം എന്നേ വ്യത്യാസമുള്ളൂ. ജാംബവാന് ചാടാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട്. പക്ഷേ വാർദ്ധക്യം ബാധിച്ചതുകൊണ്ട് ധൈര്യമില്ല. പണ്ട് വാമനനായി മഹാവിഷ്ണു അവതരിച്ചപ്പോൾ 21 ചുറ്റ് വാമനപാദം പ്രദക്ഷിണം വെച്ച് ഓടിയവനാണത്രേ ജാംബവാൻ. അതിൽ ഊറ്റം കൊണ്ട് വീരസ്യം പറയാനേ ഇന്ന് ജാംബവാന് കഴിയൂ. അംഗദനാണെങ്കിൽ 100 യോജന ചാടാം. പക്ഷേ അത്ര ഇങ്ങോട്ടും ചാടണ്ടേ? അത് വയ്യ. ഇത് കേട്ടപ്പോൾ ജാംബവാൻ അംഗദനെ തടഞ്ഞു. അംഗദൻ വാനരന്മാരുടെ യുവരാജാവാണ്. നാളെ രാജാവാകേണ്ടവനാണ്. മടങ്ങിയെത്താൻ കഴിയാതിരുന്നാൽ വാനരന്മാർ അനാഥരാകും. എങ്കിൽ പിന്നെ ദർഭ വിരിച്ചു കിടക്കാം. മരിക്കാൻ ദിവസമെണ്ണാലോ. അതിന് കഴിവുള്ളവൻ കൂട്ടത്തിലുണ്ട്. ആരാണെന്നറിയാൻ എല്ലാവരും അന്യോന്യം നോട്ടം നോക്കി. മറ്റാരുമല്ല, ഹനുമാൻ തന്നെ. ഹനുമാനേ അത് കഴിയൂ. മഹാബലവാനാണ് ഹനുമാൻ. വായുപുത്രനാണ്. രാമകാര്യത്തിനു വേണ്ടിയാണ് വായുദേവൻ ഹനുമാന് ജന്മം നൽകിയത്. പണ്ട് 500 യോജന ചാടി കെൽപ്പു കാട്ടിയവനാണ്. പിറന്നു വീണപ്പോൾ കിഴക്കുദിക്കിൽ ചുവപ്പ് കണ്ട് അത് പഴമാണെന്ന് കരുതി തിന്നാൻ കൊതിച്ച് ചാടിയ കഥ ജാംബവാൻ അറിയാം. രാമകാര്യം നിറവേറ്റൂ, ജാംബവാൻ ഹനുമാനോട് അഭ്യർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി തൻ്റെ ഫലമഹിമ കേട്ട് ഹനുമാൻ ബ്രഹ്മാണ്ടം പൊട്ടുമാറ് ഉഗ്രാട്ടഹാസം ചെയ്തു. വീര്യം ഉണർന്നു. ദിവ്യപ്രകാശം പരന്നു. ശ്രീരാമൻ തൻ്റെ മോതിരം ഏൽപ്പിച്ചത് ഹനുമാനെയല്ലേ? ഹനുമാന്റെ മഹിമ ശ്രീരാമന് നേരത്തെ അറിയാമായിരുന്നു. ഹനുമാൻ പർവ്വതം പോലെ വലുതായി. താൻ സമുദ്രം ചാടി ലങ്കയിലെത്തും. ലങ്ക ചുട്ടുകരിക്കും. രാവണനെ ത്രികൂട പർവ്വതത്തോടൊപ്പം പൊക്കിയെടുത്തു കൊണ്ടുവരും. അതോ സീതയെ ദർശിച്ച് പോന്നാൽ മതിയോ? മറുപടിക്ക് വേണ്ടി ഹനുമാൻ പ്രഖ്യാപിച്ചു. സീതയെ കണ്ടു മടങ്ങുക. ജാംബവാൻ യാത്രാമംഗളം നേർന്നു.
കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വിശദമായിട്ട് രാമായണം സ്റ്റോറി ആദ്യം മുതൽ അവസാനം വരെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഐറിയലൈസ് വ്ളോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തു കണ്ടോളൂ. ഇതിൽ ഞാൻ വളരെ ഷോർട്സ് ആയിട്ടാണ് ഈ സമയത്ത് ഓരോ ഭാഗങ്ങളായിട്ട് ഇടുന്നതാണ് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ രാമായണം വായിക്കുന്നത് വളരെയധികം പുണ്യമാണ്. രാമായണം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ രാമായണ പാരായണം കേൾക്കുക. നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഒരു ആത്മബന്ധമാണ് രാമായണത്തിനുള്ളത്. അതായത് മനുഷ്യ ജീവിതത്തിലുള്ള സഹോദര സ്നേഹബന്ധങ്ങൾ, അതുപോലെ തന്നെ ഭാര്യയെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതും, അതുപോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണമെന്നതും ഓരോ സാഹചര്യത്തിനനുസരിച്ച് സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കുക. അതുപോലെ തന്നെ മോക്ഷപ്രാപ്തി നേടുന്നതിനെക്കുറിച്ചും ഒരുപാട് നന്മകളും തിന്മകളും ഇതിൽ നമുക്ക് തിരിച്ചറിയാനായിട്ടുണ്ട്. ഈ കലിയുഗത്തിൽ മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുഷ്ടചിന്തകളെ അകറ്റി നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്പ്രവൃത്തികളും ദുഷ്ടചിന്തകളും കൂടുന്ന ഈ സമയത്ത് നല്ലൊരു നാളേക്ക് വേണ്ടി തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു വഴികാട്ടിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്